ആദ്യം തന്നെ ശ്രീ അഡ്വക്കേറ്റ് ഹരിയസ് നായർ, ഇപ്പോൾ കോടതി ശക്തമായൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെ സ്റ്റേ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും അതിനെ അട്ടിമറിക്കാനുള്ള രീതിയിൽ അതിനെ പൂർണ്ണമായും തടയാനുള്ളൊരു നീക്കമാണോ ഈ നടത്തുന്നത് എന്നുള്ള ചോദ്യം അടക്കമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? നോക്കൂ, ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇന്നലെ വന്നു എന്ന് നമ്മൾ പത്രദ്വാര അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ടെലിവിഷൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അറിയുക മാത്രമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അതിനകത്തുള്ളതെന്ന് ഞാനിത് ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും അതിനു മുമ്പുമൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഈ ഉത്തരവിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്ന് പല മീഡിയ പ്ലാറ്റ്ഫോംസിലും കയറി വാർത്തകൾ നോക്കുകയൊക്കെ ചെയ്തിരുന്നു. പലരും പല രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സുപ്രീം കോടതിയുടെ ഉത്തരവെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. അത് ഇതുവരെ വന്നതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല. ഞാൻ പലയിടത്തും ഇതിൻ്റെ ഒരു ഓർഡറിൻ്റെ കോപ്പിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തെങ്കിലും എനിക്ക് കിട്ടിയുമില്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നാലും സന്തോഷമായിരുന്നു. ഇനി ഹൈക്കോടതിയുടെ ഉത്തരവ് അതിനെ ഈ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എന്തുകൊണ്ട് ഇതിനെ സ്റ്റേ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച എന്ന നിലയ്ക്ക് ഈ കേസ് ജസ്റ്റിസ് ജയകൃഷ്ണൻ നമ്പ്യാരുടെയും ജസ്റ്റിസ് ഗോപിനാഥിൻ്റെയും മുന്നിൽ ഒരു മൃഗങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയമായി വരികയും പിന്നീടത് ആ സംരക്ഷണം അല്ലെങ്കിൽ മൃഗങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പലതരം ചർച്ചകൾ, പലതരം കോടതി വിഷയങ്ങൾ പരിഗണിച്ച് അതിൽ നിന്നും ആനകളുടെ വിഷയം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെടുകയും സുവോമോട്ടോ അതിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇതിൽ രണ്ട് പ്രധാന സംഗതികളാണ്. ഒന്ന്, ഈ ആനകളെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഒരു സൈഡിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് ഈ 1986 മുതൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1986 മുതൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ഷെഡ്യൂൾ 1 വരുന്ന മൃഗമാണ് ആന. അതുവരെ 1872 മറ്റു നിയമത്തിലായിരുന്നു ഇത് പാർട്ട് 2 ഓഫ് കാറ്റഗറി 1 വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ലൈസൻസ് കിട്ടിയാൽ ആനകളെ പിടിക്കാം. അതിനുശേഷം 1986 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഷെഡ്യൂൾ 1 വന്നപ്പോൾ അത് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എൻഡേഞ്ചേർഡായ സ്പീഷീസിൻ്റെ കാറ്റഗറിയിൽ വരികയും ഇതിനെ പിടിക്കുക എന്ന് പറയുന്നത് ഹണ്ടിങ്, വേട്ടയാടൽ എന്ന അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്തതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ആനകളുടെ സെൻസസ് എടുക്കുന്നതിനെയാണ് സുപ്രീം കോടതി തടഞ്ഞതെന്നാണ് എനിക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ആനകളുടെ സെൻസസ് എടുക്കണം എന്ന് കോടതികൾ പറയുന്നതിന് ഒരു അടിസ്ഥാന കാരണമുണ്ട്. അത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയായ കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസവും. കാരണം ഹൈക്കോടതിയിൽ വന്ന തെളിവിൻ്റെ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഫോറസ്റ്റിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലും മറ്റ് നിയമവിദഗ്ധരുമെല്ലാം അറിവ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2018 വരെ 509 ആനകൾ ചരിഞ്ഞിട്ടുണ്ട്. 2018 മുതൽ 24 വരെ ഓരോ വർഷവും 34, 19, 22 ഒക്കെ കണക്ക് ആ ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നിരുന്നാലും ആനകളുടെ എണ്ണം വീണ്ടും ഒരുപോലെ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആനകൾ മറ്റെവിടെന്നെങ്കിലും ഇവിടെ വന്നേ പറ്റൂ. കാരണം ഹണ്ടിങ് പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് ആനകളെ വേട്ടയാടി പിടിക്കാൻ നിയമപരമായി പറ്റൂല. ഈ കുഴികൾ വീണ ആനയുണ്ടെങ്കിലും ഒന്നും ഇപ്പോൾ അതെടുത്ത് അത് ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റില്ല. ഇതെല്ലാം സർക്കാരിൻ്റെ വകയായി പോകുന്നു. എന്ന് മാത്രമല്ല, ക്യാപ്റ്റിവിറ്റിയിലുള്ള ആനകളുടെ ഓണർഷിപ്പ് പോലും യഥാർത്ഥത്തിൽ നിയമപരമായി ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് സർക്കാരിൻ്റേതാണ്. ഇതിൻ്റെ പരിപാലനവും പൊസിഷനും മാത്രമേ ആന ഉടമകൾ എന്ന് പറയുന്ന ആ ഉടമ എന്ന വാക്കിന് തന്നെ അത് ആനകളെ കൈവശം വയ്ക്കാനും പരിപാലിക്കാനും മാത്രമേ അവർക്ക് അധികാരമുള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ നിയമം പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു സംഗതി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ വാങ്ങിക്കൊണ്ട് വരികയാണ് ഇവിടെ പൊതുവെ കണ്ടുവരുന്നത്. അങ്ങനെയാണ് എൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ
ആ സംസ്ഥാനങ്ങളിൽ ആനകൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. എന്തായിരുന്നാലും ഇമ്പോർട്ട് ചെയ്ത ആനകളെ പുറത്തുനിന്ന് കൊണ്ടുവരാനുള്ള സാഹചര്യം നമുക്കില്ല, ഇന്ത്യൻ നിയമത്തിൽ അത് അനുവദിക്കുന്നുമില്ല. എന്ന് പറഞ്ഞാൽ അൺചെക്ഡായുള്ള കാര്യമായ ശ്രദ്ധ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കാതെ അവിടെയൊക്കെ ഈ കാട്ടാനകളെ ഇപ്പോഴും നിയമവിരുദ്ധമായി പോച്ചിങ് ആൻഡ് ഹണ്ടിങ് നടക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ കരുതാൻ. അങ്ങനെ ഹണ്ട് ചെയ്ത് അല്ലെങ്കിൽ വേട്ടയാടി പിടിച്ച് കൊണ്ടുവരുന്ന മൃഗങ്ങളെയാണ് നമ്മൾ കേരളത്തിലേക്കും വാങ്ങിക്കൊണ്ട് വരികയും അതിനെ നമ്മളിവിടെ പരിപാലിക്കുകയും ചെയ്യുന്നത്. ഇതിനൊരു സെൻസസ് നിർബന്ധമാണ്. കാരണം ആനകളുടെ എണ്ണം നമുക്ക് പുറത്തുനിന്ന് ആനകൾ ഈ വേട്ടയാടി പിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആനകളുടെ എണ്ണം നിർബന്ധമായും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതിനുവേണ്ടിയാണ് ഈ സെൻസസ് നടത്താൻ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് സുപ്രീം കോടതിക്ക് ഒരു മാറ്റർ സ്റ്റേ ചെയ്യാൻ അതിൻ്റെ മെറിറ്റ്സിൽ മാത്രമാവണമെന്നില്ല. അങ്ങനെ നമ്മൾ ആ ഓർഡർ വായിച്ചാലേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. കാരണം മെറിറ്റ്സിൽ തന്നെ ആവണമെന്നില്ല ഈ സ്റ്റേ, നമ്മൾ ഈ ഉദ്ദേശിക്കും പോലെയോ നമ്മൾ ഊഹിക്കും പോലെയോ. അതിൽ ടെക്നിക്കാലിറ്റീസ് ഒരുപാട് വരും. അത് നടപ്പിലാക്കേണ്ട രീതി എന്താണെന്നും ഈ റൂൾസ് പ്രകാരമാണോ നടപ്പിലാക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് കോടതികൾ സ്റ്റേ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ ടെക്നിക്കൽ കാരണങ്ങളെ സംബന്ധിച്ചാണോ സ്റ്റേ, അതേ മെറിറ്റ്സിലാണോ സ്റ്റേ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് അവസാനിപ്പിക്കാം. പിന്നെ ഇതിനകത്ത് സാംസ്കാരികമായ കാര്യങ്ങളാണെന്നുള്ളത് ഒരു പ്രായോഗികമായി ഈ അടുത്ത കാലത്ത് ഈ സമയത്ത് ശരി തന്നെയാണ്. പക്ഷേ അതിന് മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി കഴിഞ്ഞു. അത് നമുക്ക് അടുത്ത റൗണ്ടിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം.